ഹലോ ഗൈസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു പത്തനംതിട്ട. അപ്പോൾ അവിടെ വന്നേക്കാണ് ഞങ്ങൾ പത്തനംതിട്ട ചെങ്ങറ വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഇത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ വ്യൂ പോയിൻറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വഴി റോഡുണ്ട്. റോഡിങ്ങനെ അങ്ങോട്ട് പോകണം. വ്യൂ പോയിൻറ്റിലോട്ട് പോകുന്ന റോഡാണ് കാണുന്നത്. അപ്പോൾ ഞാനുണ്ട്. ഇതേ ജിൻസാണ് നമുക്ക് സ്ഥലമൊക്കെ കാണിച്ചു തരുന്നത്. ജിൻസാണ് ഈ സ്ഥലം എനിക്ക് വാട്സപ്പിൽ ഇട്ടിട്ട് തന്നു. ഇങ്ങനെ ഒരു സ്ഥലം പത്തനംതിട്ടയിലുണ്ടെന്ന്. ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കും വളരെ അടിപൊളി സ്ഥലം. അതായത് നമ്മൾ അവിടുന്ന് മെയിൻ റോഡൊക്കെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ വ്യൂ പോയിൻ്റ് തുടക്കം നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോകുമ്പം ഞാൻ പറഞ്ഞ ആ വ്യൂ പോയിൻ്റ് കാണിക്കും. അപ്പോൾ അവിടെ തൊട്ടേ ഇത് വ്യൂ പോയിൻ്റ് സ്റ്റാർട്ടിങ്ങാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ശരി ഇതുണ്ട്. ഇറത്തിൻ്റെ കമ്പിയാണ് വെച്ചേക്കുന്നത്. ഈ പന്നി വരാനായിരിക്കും ചാൻസ് ഇല്ല ജിൻസ്. വേറെ എല്ലാം വരുവാണല്ലേ. ഈ കൃഷി നശിപ്പിക്കാൻ പന്നിയെ വരത്തുള്ളൂ. അപ്പം ഈ കാണുന്ന കമ്പിയാണ്. ഇങ്ങോട്ട് വരാൻ ജിൻസ് പറഞ്ഞായിരുന്നു തോമസ് വണ്ടി അത്രയും സൈഡ് ചേർക്കണ്ട, ഈ കമ്പി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കട്ടെ. ഇതുകൊണ്ട് അങ്ങ് വരെ റോഡുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് ചെയ്യുമ്പോഴാണ് വ്യൂ പോയിൻ്റ് കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗി. അപ്പോൾ ജിൻസ് എന്തായാലും പോ വണ്ടി എടുക്കോ. ഗൈസ് അപ്പം ഞാൻ പകുതി വരെ എത്തിയുള്ളൂ. ഇനി അങ്ങോട്ട് കിടക്കുവാണ്. ഇവിടെ ഓരോ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോഴും കാഴ്ചകളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ താഴെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ വെള്ളച്ചാട്ടം ശരിക്കും കാണി. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് കൈത കൃഷിയാണ്. കൈത നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. അതിൻ്റെയാണ് ഈ ഉണ്ടാകാൻ പറ്റില്ല കമ്പി. അടുത്തോടെ എത്തുന്നവരും നമുക്ക് കമ്പികളൊക്കെ നല്ലതായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ ആ മേളിലായതുകൊണ്ട് ഈ കുറച്ചല്ലേ ഉള്ളായിരുന്നു. ഇങ്ങോട്ട് വരുന്നതോറും കൃഷിയുടെ ആയതുകൊണ്ട് കമ്പി എണ്ണം കൂടിയിട്ടുണ്ട്. കണ്ടോ. എന്തായാലും നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടോ, നല്ല വ്യൂ അല്ലേ. ഇത് കണ്ടോ, ഫുൾ കൈത കണ്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ എൻ്റെ സെൻറ്ററിൽ വന്നിട്ടാണ് ഇവിടെ. അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ കൊച്ചു പിള്ളേരും കൂടെ വരുവാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഇത് കണ്ടില്ലേ, മൊത്തം കമ്പിയാണ്, കറണ്ടുകളാണ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് പിടിക്കാനൊക്കെ വളരെ ചാൻസ് ഉണ്ട്. അത് വളരെ സൂക്ഷിക്കണം. ഇതൊക്കെ കൈത ആയി വരുന്നുണ്ട്, കൈതച്ചക്ക കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്കാണ് അവർ രണ്ടിതുണ്ടോ ഒരു ഈ പുല്ലാന്ന് തോന്നുന്നു, പുല്ലിട്ടേക്കുവാന്ന് തോന്നുന്നു. കൈതച്ചക്ക ആയി വരുന്നുണ്ടോ.
ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം കേട്ടോ. വലുതൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. വെള്ളമുള്ളപ്പോൾ നല്ലതായിട്ട് ഇവിടെ നിർത്തി ആടുമായിരിക്കും അല്ലേ? ഞങ്ങളാണ്ട് വെള്ളച്ചാട്ടത്തിൽ വന്നേക്കുവാണ്. വെള്ളച്ചാട്ടത്തിൽ ഇങ്ങോട്ട് വരുന്നവരെ നല്ല ഓഫ് റോഡാണ്. ഇതുണ്ടോ, കുന്നല്ലേ, അപ്പോൾ ഈ പകുതി വരെ അവർ ടാർ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇങ്ങോട്ട് നല്ല മൊത്തം കല്ലും മണ്ണൊക്കെയാണ്. വണ്ടി നല്ല രീതിയിൽ ഓഫ് റോഡ് ഇറങ്ങിയാണ് വന്നത്. വീലയിലുണ്ട് കുരുങ്ങിട്ടു. ഞാൻ രാവിലെ കഴുകിയതേ ഉള്ളൂ വണ്ടി. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് വെള്ളച്ചാട്ടം കൂടെ ഒന്ന് കാണുമല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തിട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പം വെള്ളച്ചാട്ടം കാണാൻ വരുന്നപ്പോൾ നല്ല റിസ്ക് ഉണ്ട് ഇങ്ങോട്ട് വരെ. ഉണ്ട് വലിയ റോഡ് തുടങ്ങുകയാണ്. കാറിൽ കുറച്ചുകൂടെ ജീപ്പാണ് കുറച്ചുകൂടെ നല്ലത്. കാറേ വരുവാണെങ്കിൽ ചിലപ്പോൾ അടിയൊക്കെ ഇടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ ജെൻസ്? കാറേ വരുവാണെങ്കിൽ അടി ഇടിക്കാൻ നല്ല ചാൻസ് അല്ലേ? ബൈക്ക് പിന്നെ വരാം, ബൈക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബൈക്ക് സ്കൂട്ടറൊക്കെ പിടിച്ചുകൊണ്ട് വരാം ഇവിടെ വരെ. അപ്പം ഗൈസ്, അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു സ്ഥലമുണ്ട്. പറ്റുമോ നോക്കട്ടെ. ഇപ്പം തന്നെ സമയം ഇപ്പം 5:30 ആയി. ഞങ്ങൾ അങ്ങ് വരെ ചെല്ലുമ്പം സമയം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ആ വ്യൂവും കൂടെ ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ശരിക്കും ഊട്ടിയിലൊക്കെ പോയ പോലെ കണ്ടോ? ആ, ചെറുതായിട്ട് മഞ്ഞുണ്ട് കേട്ടോ. ഇതുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വന്ന വഴി തന്നെ വന്നു. നല്ല വ്യൂ ആണ്. ഞാൻ പറഞ്ഞില്ല തുടക്കം മുതലേ ഇവിടുന്ന് വ്യൂ പോയിന്റ് തുടങ്ങുമെന്ന്. ഇതാണ് കണ്ടോ, സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നുണ്ടോ. അപ്പം ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഗൈസ്, അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നേരം. ബൈ.